സത്യത്തിൽ ഈ ഷിംജിതനെ അറസ്റ്റ് ചെയ്തതല്ല, ഷിംജിത വക്കീലും ഒന്നിച്ചിട്ട് പോലീസിൽ കീഴടങ്ങിയതാണ്. കാരണം മെഡിക്കൽ കോളേജ് പോലീസ് വടകര വന്നിട്ട് ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൊക്കെ കണ്ടത്. സത്യത്തിൽ വടകര പോലീസിനോ സ്പെഷ്യൽ ബ്രാഞ്ചിനോ ഇങ്ങനൊരു സംഭവം അറിയുകയേ ഉണ്ടായിരുന്നില്ല. ഷിംജിത കറക്റ്റായിട്ട് വക്കീലും ഒന്നിച്ചിട്ട് പോലീസ് മുന്നിൽ കീഴടങ്ങും. ഒരിക്കലും പോലീസ് വേഷത്തിൽ വരരുത്, പോലീസ് വാഹനം ഉപയോഗിക്കരുത്, സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകണം. പിന്നെ ഭയങ്കര സൈബർ ആക്രമണം നടക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ കയ്യേറ്റം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണ സുരക്ഷിതത്വം വേണം. ആ ഒരു ധാരണ പ്രകാരമാണ് പർദ്ദ ധരിപ്പിച്ച്, ഒരിക്കൽ പോലും ഷിംജിത ഉപയോഗിക്കാത്ത പർദ്ദ ധരിപ്പിച്ചിട്ട് വടകരയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് എത്തുകയും അവിടെ നിന്ന് സ്വകാര്യ വാഹനത്തിൽ ഇവരെ കൊണ്ടുപോവുകയും കൊയിലാണ്ടിയിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ നടത്തുകയും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഷിംജിത മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കോടതിയിൽ കൊടുത്തിരുന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ പോലീസ് മുന്നോട്ട് വെച്ചത്, നിങ്ങൾ മുൻകൂർ ജാമ്യം കൊടുത്ത് മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ ഭയങ്കര പ്രതിഷേധം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസിൽ കീഴടങ്ങുക, അതിന് വേണ്ടുന്ന ഒരു സ്ത്രീക്ക് കിട്ടുന്ന എല്ലാ പരിഗണനയും കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഇങ്ങനെ ഒരു കീഴടങ്ങൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ഷിംജിതയെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ വെറുതെ വിടില്ല. ജാതി മത ഭേദമന്യേ അവർ ചെയ്ത വിഷയം ഇന്ത്യ ഒട്ടുക്കും ചർച്ച ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിഷയത്തിൽ ഷിംജിതക്ക് വല്ല ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വന്നാൽ അത് പോലീസിന്റെ പരാജയമായിട്ട് മാറും. ഞാനതിൽ സത്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നത് നമ്മുടെ കേരള പോലീസിനെയാണ്. ഇങ്ങനെ ഒരു സെൻസിറ്റീവായ ഒരു സബ്ജക്റ്റിൽ കൃത്യമായിട്ട് ഇടപെടാൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞു. ആ ഒരു സ്ത്രീയെ ഒരു സോഷ്യൽ ആക്രമണത്തിന് അല്ലെങ്കിൽ ഒരു പകപോക്കലിന് വിട്ടുകൊടുക്കാതെ ഒരു പ്രതി എന്ന നിലക്ക് അവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കാനും നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ ജാമ്യാപേക്ഷ മിക്കവാറും തള്ളാനാണ് സാധ്യത. അവർക്ക് ഇന്ന് ജാമ്യം കിട്ടില്ല. ഇനി അവർ ജില്ലാ കോടതിയിൽ ഒരു 4-5 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് അപ്ലൈ ചെയ്യേണ്ടി വരും. ഏതായാലും പോലീസ് ഇന്നവരെ കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് ചോദ്യം ചെയ്യാനുണ്ട്. ഇത് ആരെങ്കിലും നിങ്ങളുടെ ഈ ഫോണ് എഡിറ്റ് ചെയ്യാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, ഇതിൻ്റെ യഥാർത്ഥ ഫുട്ടേജ് എന്താണ്, ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടുള്ള ഷൂട്ട് ചെയ്ത ഫോൺ പരിശോധിക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ട് പോലീസ് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു ലൈംഗിക അപമാനം ഇവർ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് അതിൽ ബഹളം വെച്ചില്ല, അല്ലെങ്കിൽ ആ ബസ് ജീവനക്കാരോട് പരാതിപ്പെട്ടില്ല, അറ്റ്ലീസ്റ്റ് ആ ഒരു വീഡിയോ എടുത്തിട്ട് ഇവർ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ പറഞ്ഞില്ല. കാരണം ഇവരൊരു സാധാരണ സ്ത്രീയല്ല, ഒരു ജനപ്രതിനിധിയായിരുന്ന ഒരാളാണ്, കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുള്ള ഒരാളാണ്, പിന്നെ ഒരു സൈക്കോളജിസ്റ്റാണ്. ഇതൊന്നും ഉണ്ടായില്ല. ഇവർ കൃത്യമായിട്ട് ഇവർക്ക് ഫീൽ ചെയ്തതാണ് എന്ത്, ഇങ്ങനെ ഒരു പുരുഷൻ ഇങ്ങനെ ഒരു ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബോധപൂർവ്വം ഈ ദീപക്കിനോട് എന്തെങ്കിലും വിരോധമുള്ളത് കൊണ്ട് ചെയ്തൊരു കാര്യമില്ല. പക്ഷെ ഇവർക്ക് അങ്ങനെ ഇയാൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്യുകയും എങ്കിൽ അത് തൻ്റെ റീച്ചിന് വേണ്ടി ഉപയോഗിക്കാം എന്നൊരു ഒരു കുബുദ്ധി വരികയും അത് ഇവർ വീഡിയോ എടുക്കുന്നു. ഒരു തരത്തിലും അയാളെ ബ്ലർ ചെയ്യാതെ, അയാൾ സാമൂഹിക മാധ്യമങ്ങൾ അപമാനിക്കപ്പെട്ടാലും വേണ്ടില്ല, തൻ്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും റീച്ച് ആവുക എന്നൊരൊറ്റ ദുരുദ്ദേശം മാത്രമാണ് ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരെന്തിനെ ദയ അർഹിക്കുന്നില്ല.